ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടീം ലേണേഴ്സ്. ഈ വീഡിയോയിൽ എൻകോഡറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. DFCA ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എൻകോഡർ. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എൻകോഡർ. എൻകോഡർ ആക്ച്വലി ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടാണ്. ഇതിൽ നമ്മൾ 2n ഇൻപുട്സ് കൊടുക്കും ആൻഡ് നമുക്ക് n ഔട്ട്പുട്ട്സ് ആണ് കിട്ടുന്നത്. ഒരു ഡേറ്റ നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ എൻകോഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നതാണ് എൻകോഡർ. ആൻഡ് ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നത് ഇൻ ട്രാൻസ്മിറ്റർ സൈഡ്. ആൻഡ് ഇതിൽ 2n ഇൻപുട്ട്സ് ഉണ്ട് ആൻഡ് n നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ലോജിക് ഡയഗ്രാം. ഇത് 2n ഇൻപുട്ട്സ് കാണും, n ഔട്ട്പുട്ട്സും കാണും. 2n/n എൻകോഡറാണ് ഇത്. ഇനി ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ഉള്ളതാണ് 4/2 എൻകോഡർ. 4/2 എൻകോഡറിൽ 4 ഇൻപുട്ട്സ് കാണും, പിന്നെ 2 ഔട്ട്പുട്ടാണ് ഉള്ളത്. 4 ഇൻപുട്ട്സ് ആണ്. ഞാനിത് ഇൻപുട്ട്സ് എല്ലാം D0, D1, D2, D3 ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഔട്ട്പുട്ട് 2 കാണും, അത് ഞാൻ XY ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ എൻകോഡറിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇപ്പോൾ D0 ആക്റ്റീവ് ആണെങ്കിൽ ബാക്കിയെല്ലാം ലോ ആയിരിക്കും. ഇത് ഫസ്റ്റ് D0 1 കൊടുക്കാം, സെക്കൻഡ് ഇതിൽ D1 1 കൊടുക്കാം, തേർഡ് ഇതിൽ D2 1 കൊടുക്കാം, ഫോർത്ത് ഇതിൽ D3 1 കൊടുക്കാം, ബാലൻസ് എല്ലാം 0 ഇടണം. പിന്നെ ഔട്ട്പുട്ട് X and Y എഴുതത്തില്ല. ഈ X and Y മാത്രം നമ്മൾ ബൈനറി ഇതിൻ്റെ ഓർഡറിൽ എഴുതിയാൽ മതി. ഡീകോഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. ഡീകോഡറിൽ ഇൻപുട്ട് X and Y ആണ്. അപ്പോൾ ഇൻപുട്ട് മാത്രം നമ്മൾ ഒരു ബൈനറി ഓർഡറിൽ എഴുതണം. ബാക്കിയെല്ലാം ആദ്യം D0 ഹൈ ആക്കണം, പിന്നെ D1 ഹൈ ആക്കണം, പിന്നെ D2 ഹൈ ആക്കണം ആൻഡ് D3 ഹൈ ആക്കണം. ഇതാണ് ഇതിൻ്റെ എൻകോഡറിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ. അതിൽ 4 ഇൻപുട്ടാണ് ഉള്ളത്. D3, D2, D1, D0. 2 ഔട്ട്പുട്ടുണ്ട് X and Y. അപ്പോൾ ആദ്യം D1 ഹൈ ആക്കി ബാക്കിയെല്ലാം 0 കൊടുത്തു, പിന്നെ D1 ഹൈ ആക്കി ബാക്കിയെല്ലാം 0 കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ട്രൂത്ത് ടേബിൾ എഴുതാം. അപ്പോൾ 0 0 0 1. അപ്പോൾ X Y ഓർഡറിലാണ് എഴുതേണ്ടത്. 0 0 0 1 1 0 1 1. ബാക്കിയെല്ലാം ഇപ്പോൾ D0 ഹൈ ആണെങ്കിൽ ബാക്കിയെല്ലാം ലോ ആയിരിക്കും. ഈ ഒരു ഓർഡറിലാണ് കൊടുക്കേണ്ടത്. പിന്നെ D1 ആണെങ്കിൽ ബാക്കിയെല്ലാം 0, പിന്നെ D2 ബാക്കിയെല്ലാം 0, ലാസ്റ്റ് D3 ബാക്കിയെല്ലാം 0. ആൻഡ് ഇതിൽ നമുക്ക് 4 ഇൻപുട്ടുണ്ട്, 2 ഔട്ട്പുട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിന് X and Y വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ X എപ്പോഴാണോ ഹൈ ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണോ അത് കണ്ടുപിടിച്ച് എഴുതണം. X ഇപ്പോൾ 2 കേസിലാണ് ഹൈ ആവുന്നത്. ഒരെണ്ണം D2 ഉള്ളപ്പോൾ വേറൊരെണ്ണം D3 ഹൈ ആവുമ്പോൾ. ഈ 2 കേസിൽ മാത്രമാണ് X ഹൈ ആവുന്നത്. അപ്പോൾ എയ്തർ D2 വന്നാലും നമുക്ക് X ഹൈ ആവും, D3 വന്നാലും X ഹൈ ആവും. അപ്പോൾ അത് നമുക്ക് ഓറായിട്ട് കൊടുക്കാം. അപ്പോൾ X എപ്പോഴാണ് ഹൈ ആവുന്നത്? X = D2 ഹൈ ആവണം, അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ഇടുന്നത് ഓർ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ D3 ഹൈ ആവണം. ഇതാണ് Xൻ്റെ ഇക്വേഷൻ. അതേപോലെ നമുക്ക് Yന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. Y ഹൈ ആവുന്ന കണ്ടീഷനാണ് ഒന്ന് D1 ഹൈ ആവുമ്പോൾ. അപ്പോൾ Y = D1 പ്ലസ് സെക്കൻഡ് കണ്ടീഷനാണ് D3 ഹൈ ആവുമ്പോൾ. അപ്പോൾ Y = D1 പ്ലസ് D3. ഇത് രണ്ടുമാണ് 4/2 എൻകോഡറിൻ്റെ ഇക്വേഷൻസ്. ഇതിൽ എപ്പോഴാണോ D0 ആക്റ്റീവ് ആവുന്നത് അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് 0 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷനിൽ D1 D2 D3 മാത്രമാണ് ഉള്ളത്. ഇനി ഇത് വെച്ചിട്ട് സർക്യൂട്ട് വരയ്ക്കാം. ആദ്യം D2 ആൻഡ് D3 എടുത്ത് ഓർ കൊടുക്കാം. D2 പ്ലസ് D3 അതെടുത്ത് ഓർ കൊടുക്കുമ്പോൾ നമുക്ക് Xൻ്റെ ഇക്വേഷൻ കിട്ടും. പിന്നെ D1 ആൻഡ് D3 ഓർ എടുക്കുമ്പോൾ നമുക്ക് Yയുടെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 4/2 എൻകോഡർ. ഇതേപോലെയാണ് 8/3 എൻകോഡറും. ഇതിൽ നമുക്ക് 2n ഇൻപുട്ട് ആണെങ്കിൽ n ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ 2/3 = 8 ആണ്. അപ്പോൾ 8 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 3 ഔട്ട്പുട്ട്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ 8 ഇൻപുട്ട്സ് ആണുള്ളത്. D0 to D7 വരെ 8 ഇൻപുട്ട്സ് ഉണ്ട് ആൻഡ് നമുക്ക് 3 ഔട്ട്പുട്ട്സ് ആണുള്ളത് X Y Z. അപ്പോൾ ആദ്യം D7 ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. D7 to D0 വരെ ഇടണം. പിന്നെ X Y Z ഇത് 3 ഔട്ട്പുട്ടാണ്. ഇതിൽ X Y Z മാത്രം നമ്മൾ ആ ഒരു ബൈനറി ഓർഡറിൽ എഴുതണം. ബാക്കിയെല്ലാം ആദ്യം നമ്മൾ D0 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. സെക്കൻഡ് ഇതിൽ D1 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. പിന്നെ തേർഡ് ഇതിൽ D3 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ. അടുത്ത D4 ഹൈ, ബാക്കിയെല്ലാം ലോ. D5 ഹൈ, ബാക്കിയെല്ലാം ലോ. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഓരോ ഇത് നമ്മൾ ഹൈ ആക്കി കൊടുക്കണം. ഈ ഔട്ട്പുട്ട് മാത്രം നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് നമ്മൾ 4/2 ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ ഇതിലും ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇതിൽ നമുക്ക് 3 ഔട്ട്പുട്ടാണ് ഉള്ളത്. അപ്പോൾ 3നും സെപ്പറേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് X എപ്പോഴാണോ ഹൈ ആവുന്നതെന്ന് നോക്കാം. X ഹൈ ആവുന്നത് D4 ഹൈ ആകുമ്പോൾ, പിന്നെ
D5 ഹൈ ആവുമ്പോൾ, D6 ഹൈ ആവുമ്പോൾ ആൻഡ് D7 ഹൈ ആവുമ്പോൾ ഈ കേസസിലാണ് എക്സ് ഹൈ ആവുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7. ഇനി വൈ ഹൈ ആവുന്നത് D2 ഹൈ ആവുമ്പോൾ, പിന്നെ D3 ഹൈ ആവുമ്പോൾ, എന്നിട്ട് D6 D7 ഈ കേസസിലാണ് വൈ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു D2 പ്ലസ് D3 പ്ലസ് D6 പ്ലസ് D7. ഇനി Z ഹൈ ആവുന്നത് D1 D3 D5 D7 ഈ കേസസിലാണ് Z നമുക്ക് ഹൈ ആവുന്നത്. അപ്പോൾ Z ഇസ് ഈക്വൽ ടു D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം, ലോജിക്കൽ സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 8 ഇൻപുട്ട്സ് വേണം, D0 ടു D7 വരെ. ഇനി ഈ ഇക്വേഷനിലുള്ളതുപോലെ നമ്മൾ ചെയ്താൽ മതി. ഇവിടെ ഞാൻ പ്ലസ് കൊടുത്തതിൻ്റെ റീസൺ, നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയാലും നമുക്ക് എക്സ് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ എക്സ് D4 ഹൈ ആയാലും നമുക്ക് എക്സ് കിട്ടും, D5 ഹൈ ആയാലും എക്സ് കിട്ടും, D6 ഹൈ ആയാലും എക്സ് കിട്ടും, D7 ഹൈ ആയാലും എക്സ് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നാലിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയാലും നമുക്ക് എക്സ് കിട്ടും. അപ്പോൾ ഓർ അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നെക്സ്റ്റ് വൺ ആണ് ഡീകോഡർ. നമ്മളിപ്പോൾ എൻകോഡ് ചെയ്ത ആ ഒരു മെസ്സേജ്, ആ ഒരു ഡേറ്റയെ ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് കമ്മ്യൂണിക്കേഷനിൽ റിസീവർ സൈഡാണ് ഡീകോഡർ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ഇതിൽ n ബിറ്റ്സ് ഓഫ് ഇൻപുട്ട് കാണും, n ഇൻപുട്ട് കാണും, ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2n യൂണീക്ക് ഔട്ട്പുട്ട് കാണും. n നമ്പർ ഓഫ് ഇൻപുട്ട് പിന്നെ 2n നമ്പർ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 2/4 ഡീകോഡർ നോക്കാം. ഇതിൽ 2 ഇൻപുട്ടാണ് ഉള്ളത്, പിന്നെ 4 ഔട്ട്പുട്ടുണ്ട്. ഇൻപുട്ട് ഞാൻ ഇവിടെ എക്സ് വൈ ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതേപോലെ ഔട്ട്പുട്ട് D0 D1 D2 ആൻഡ് D3 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇതിലൊരു എനേബിൾ ലൈനും കൂടി ഉണ്ട്. എനേബിൾ ലൈൻ ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനേബിൾ ലൈൻ ആക്റ്റീവ് ആയാലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. മീനിങ് ഇനേബിൾ ലൈൻ 1 ആയിരിക്കണം, 0 ആണെങ്കിൽ ഡീകോഡർ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. നമുക്ക് 2 ഇൻപുട്ടാണ് ഉള്ളത്. ഈ ഇൻപുട്ട് എക്സ് ആൻഡ് വൈ നമ്മൾ ഒരു ബൈനറി ഓർഡറിൽ തന്നെ എഴുതണം. പിന്നെ ഔട്ട്പുട്ട് D0 D1 D2 D3 ആണ്. അതിന് നമ്മൾ ചുമ്മാ എഴുതിയാൽ മതി. ആദ്യം D0 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. പിന്നെ D1 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. പിന്നെ D2 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. ദെൻ D3 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. ഇനി എക്സ് വൈ ബൈനറി ഓർഡറിൽ എഴുതിയാൽ മതി. ഇനി നോക്കാം, നമുക്കിതിൽ 2 ഇൻപുട്ടാണ് ഉള്ളത്. അപ്പോൾ ഔട്ട്പുട്ട് D0 ഔട്ട്പുട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ് വൈ രണ്ടും 0 ആയിരിക്കണം. ഇതിൽ ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് D0 ഔട്ട്പുട്ടിൽ വേണമെങ്കിൽ എക്സ് ബാർ വൈ ബാർ ആയിരിക്കണം, എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ആയിരിക്കണം. എന്നാലേ നമുക്ക് D0 ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. പിന്നെ D1 ഔട്ട്പുട്ടിൽ വേണമെങ്കിൽ നമുക്ക് എക്സ് ബാർ വൈ ആയിരിക്കണം. D0യുടെ ഇക്വേഷനാണ് എക്സ് ബാർ വൈ ബാർ. 0 ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെൻ്റ് എടുക്കണം, 1 ആണെങ്കിൽ ട്രൂ ഫോമിൽ എഴുതിയാൽ മതി. ഇപ്പോൾ D1 ഔട്ട്പുട്ടിൽ വേണമെങ്കിൽ നമുക്ക് എക്സ് ബാർ വൈ ആയിരിക്കണം. പിന്നെ D2 ഈക്വൽ ടു എക്സ് വൈ ബാർ ആൻഡ് D3 ഈക്വൽ ടു എക്സ് വൈ. ഇതാണ് ഇക്വേഷൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം വരച്ചാൽ മതി. നമ്മൾ എൻകോഡറിൽ കണ്ടു ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഹൈ ആയാലേ നമുക്ക് ഇൻപുട്ട് കിട്ടുമെന്ന്. ബട്ട് ഡീകോഡറിൽ നമ്മൾ 2 ഇൻപുട്ടിൻ്റെ കേസും കൺസിഡർ ചെയ്തിട്ട് ഔട്ട്പുട്ടിലേ എടുക്കത്തുള്ളൂ. അതാണ് ഇതിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. രണ്ടും വേണം. ആൻഡ് എൻകോഡറിൽ നമ്മൾ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വരച്ച ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് ഇത്. എക്സ് തന്നെ ഞാൻ നോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ എക്സ് ബാർ ആണ്, ഇത് എക്സ്, ഈ ഒരു ലൈൻ എക്സ് ബാർ, ഇത് വൈ, ഈ ഒരു ലൈൻ വൈ ബാർ. പിന്നെ ഇനേബിൾ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇനേബിൾ ലൈൻ എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പോൾ സർക്യൂട്ടിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഓപ്ഷണലാണ് ഈ ഇനേബിൾ ലൈൻ. അപ്പോൾ ആദ്യം D0യുടെ ഇത് വരയ്ക്കണം. D0 ഈക്വൽ ടു എക്സ് ബാർ വൈ ബാർ ആണ്. അപ്പോൾ ഇതാണ് എക്സ് ബാറിൻ്റെ ലൈൻ ഇതാണ്. അപ്പോൾ എക്സ് ബാർ ഇൻറ്റു വൈ ബാറിൻ്റെ ലൈൻ ഇതാണ്. പിന്നെ ഇനേബിൾ ലൈനും കൂടി ചേർത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ D0 കിട്ടും. ഇതേപോലെ D0 D1 D2 D3 ഇത് 4ൻ്റെയും ഇത് എടുത്താൽ മതി. അടുത്തുള്ളതാണ് 3:8 ഡീകോഡർ. ഇതിൽ 3 ഇൻപുട്ട്സ് കാണും ആൻഡ് 8 ഔട്ട്പുട്ട്സ് കാണും. ഇൻപുട്ട്സ് ഞാൻ XYZ ആയിട്ടാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് D0 D1 D2 D3 D4 D5 D6 ആൻഡ് D7. ഇനി ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ഇൻപുട്ട് XYZ നമ്മൾ ആ ഒരു ബൈനറി
ഓർഡറിൽ തന്നെ കൊടുക്കണം. 000 ഇത് കറസ്പോണ്ടിങ് ടു 0 ആണ്. പിന്നെ 0011, 0102, 0113, 1004, 1015, 1106, 1117 ഈ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കണം. ബാക്കിയുള്ളത് D0 to D7 വരെ ഉള്ളത് ഫസ്റ്റ് നമ്മൾ D0 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. സെക്കൻഡ് സ്റ്റെപ്പിൽ D1 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ D2 ഹൈ ആക്കണം, ബാക്കിയെല്ലാം ലോ ആക്കണം. ഇങ്ങനെ D7 വരെ നമുക്ക് ട്രൂത്ത് ടേബിളിൽ വരയ്ക്കാം. ഇനി ഇത് വെച്ചിട്ട് ഇക്വേഷൻ ഫോം ചെയ്യണം. ഡീകോഡറിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ D0 എപ്പോഴാണോ ഹൈ ആവുന്നതെന്ന് നോക്കണം. D0 ഹൈ ആവുന്നത് എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാറിലാണ്. അപ്പോൾ D0 ഈസ് ഈക്വൽ ടു എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ. പിന്നെ D1 ഹൈ ആവുന്നത് എക്സ് ബാർ വൈ ബാർ ഇസഡിലാണ്. അപ്പോൾ എക്സ് ബാർ വൈ ബാർ ഇസഡ്. പിന്നെ D2, D3, D4, D5, D6, D7 ഇതെല്ലാത്തിനും ഇങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു ലൈൻ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അടുത്ത ലൈൻ ഇത് എക്സ് ബാർ ആണ്. പിന്നെ ഈ ഒരു ലൈന് വൈ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്തുള്ള ലൈൻ വൈ ബാർ. പിന്നെ ഇത് സെഡ്, ഈ സൈഡിലുള്ളത് സെഡ് ബാർ. പിന്നെ ഈ കൊടുത്തിട്ടുണ്ട് ഇനേബിൾ പിൻ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കാം. പിന്നെ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം D0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് ബാർ വൈ ബാർ ഇസഡ് ബാർ ചെയ്യണം. ഇത് എക്സ് ബാർ, ഇത് വൈ ബാർ, ഇത് ഇസഡ് ബാർ. പിന്നെ ഇനേബിൾ പിന്നും കൂടി കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ D0 കിട്ടി. ഇതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രാംസ് വരച്ചാൽ മതി. നമ്മളുടെ 3/8 ഡീകോഡറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കിട്ടും. ബേസിക്സ് മാത്രമാണ്. നമുക്ക് എക്സാമ്പിൾ ചോദിക്കുമ്പോൾ മൾട്ടിപ്ലെക്സർ യൂസിങ് ഡീകോഡർ, എൻകോഡർ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ബേസിക്സ് ക്ലിയർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ട്രൈ ചെയ്യാം. താങ്ക്